നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളമാർക്കൊന്നും പറ്റത്തില്ല. ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത്, അങ്ങനത്തെ നിൽക്കുന്നവരല്ല. നിന്നൊക്കെ വീട്ടിലോട്ട് പോലും കേൾക്കാത്തവന്മാരാ. LGBTQ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നവർക്ക് നിയമപരമായിട്ട് പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു രാജ്യത്ത് നിന്ന് പഠിച്ചിട്ട് ബിരുദാനന്തര ബിരുദം നേടി നേരെ കേരളത്തിലെ ബിഗ് ബോസിൽ വന്ന് ചേർന്നിട്ട് ആതിര നൂറയ്ക്കെതിരെ ലക്ഷ്മി പടച്ചുവിട്ട ഒരു ചീപ്പ് റിയാക്ഷൻ ആണ് നിങ്ങളിപ്പോ കണ്ടത്. സ്വന്തം വീട്ടിൽ നിന്ന് ഉൾപ്പെടെ ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഏറെ നേരിട്ടിട്ടുള്ള ലക്ഷ്മി ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 എന്താണെന്ന് പോലും അറിയാത്ത, എന്നാൽ എല്ലാം അറിയാമെന്ന് അഭിനയിക്കുന്ന ലോ ലെവൽ ആക്ടർ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആർട്ടിക്കിൾ 21 ഏതൊരു പൗരനും ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി പ്രകാരം ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള പാർട്ട്ണറെ സെലക്ട് ചെയ്യാനും ഒരുമിച്ച് താമസിക്കാനും അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ ഒരു തടസ്സവും ആവുന്നില്ല എന്നാണ് പറയുന്നത്. വീട്ടുകാരും കൂട്ടുകാരും സമൂഹവും ഒറ്റപ്പെടുത്തി തടയാനും ആക്രമിക്കാനും ശ്രമിച്ചപ്പോ സ്നേഹിക്കാനും ഒരുമിച്ച് ജീവിക്കാനും തനിച്ച് നിയമയുദ്ധം നടത്തിയിട്ട് നീതി നേടിയ ആതിരയ്ക്കും നോറയ്ക്കും ഞാൻ അടങ്ങുന്ന ഈ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ അവകാശമില്ല എന്ന സ്റ്റേറ്റ്മെന്റ് പടച്ചുവിട്ട ലക്ഷ്മി ബിഗ് ബോസിന്റെ അകത്താണോ അതോ ബിഗ് ബോസിന് മുകളിലാണോ എന്ന് ഈ വിഷയത്തിൽ ലാലേട്ടൻ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഹിന്ദി ബിഗ് ബോസ് സീസൺ 19 ബിഗ് ബോസിന്റെ മോളിലാണെന്ന് പറഞ്ഞ ഒരുത്തിയെ സൽമാൻ ഖാൻ ഇന്നലെ എടുത്ത് തൂക്കി പുറത്താക്കിയത് മാത്രമല്ല, ये शो आपके लायक है नहीं, प्लीज लीव माय होम. ഇനി അവളെ ഈ പരിസരത്ത് കൊണ്ടുവന്നാലേ ഈ ചാനലുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് ബിഗ് ബോസിന് തന്നെ വാൺ ചെയ്തിട്ടാണ് എപ്പിസോഡ് ക്ലോസ് ചെയ്തത് സൽമാൻ ഖാൻ. And I will request Colors TV never to get her back ever on this show. अगर ये कभी भी इस शो पे आई, I will never work with Colors ever. ഇതുപോലൊരു സീന് മലയാളം സീസണിൽ സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക, ലക്ഷക്കണക്കിന് ഫോൾസ് ഇൻഫർമേഷൻ ജനറേറ്റ് ആവുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇനി എന്നെ കണ്ടതുമില്ല. ഇപ്പൊ തന്നെ പിന്തുടർന്ന് DN സ്ക്വാഡിന്റെ ഭാഗമായി ചേരുക.